ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള ദൈവമക്കളെ, ഒരനുഗ്രഹീത ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. വിശുദ്ധാരാധനയിൽ സംബന്ധിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി തമ്പുരാൻ്റെ വചനത്തിന് കീഴിൽ നമുക്ക് ആയിരിക്കുവാനായിട്ട് ഈ ദിവസം സാധിച്ചു. ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്തി ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. തലകളെ ദൈവസന്നിധിയിൽ നമിച്ച് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏറെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഴിതെറ്റിപ്പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ, കർത്താവ് നമ്മെക്കുറിച്ച് ഏറെ ഭാരപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളുമൊക്കെ കടന്നു വരുന്നത് ദൈവം അനുവദിക്കുന്ന ചില പരീക്ഷണങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ പരിണിത ഫലമായിരിക്കാം. എന്തുതന്നെയായാലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭാരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ദൈവം അറിയുകയും അതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം ചില മാർഗങ്ങൾ നമുക്ക് അനുവദിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നവൻ ദുരിതങ്ങളും ഭാരങ്ങളുമെല്ലാം ജീവിതത്തിൽ മാറ്റപ്പെട്ടവനായി ജീവിക്കുമ്പോൾ ദൈവം നൽകുന്ന ചില സന്ദേശങ്ങൾ മനസ്സിലാകാതെ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതെ പോകുന്ന ആളുകൾ വീണ്ടും വലിയ വലിയ കെണികളിലും വലിയ വലിയ അനർത്ഥങ്ങളിലുമൊക്കെ ചെന്നു ചേരുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് അല്പസമയം ആ ചിന്തയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിന് മുൻപായിട്ട് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് നമുക്ക് അഭയപ്പെടാം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് ദൈവം വാഗ്ദാനമായി കൽപ്പിച്ചിട്ടുണ്ട്. യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്നും തമ്പുരാൻ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിലും എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. പ്രിയമകനെ, മകളെ, വാഗ്ദാനത്തിൽ വിശ്വസ്തനായ, വാക്കുമാറാത്തവനായ, നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇടപെടുന്ന, നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു തമ്പുരാൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ കർത്താവേ, ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി അടിയൻ അങ്ങയെ സ്തുതിക്കുന്നു. വിവിധ ദേശങ്ങളിൽ വിവിധ ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾ ഇതാ ഒരുമിച്ച് പരിശുദ്ധമായ ആലയത്തിൽ കടന്നു വന്ന് അവിടുത്തെ മുമ്പാകെ ഏറെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലുണ്ട്, ദുഃഖങ്ങളും ഭാരങ്ങളുമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ദൈവമായ കർത്താവേ, അവിടെയെല്ലാം നിന്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അങ്ങ് സർവശക്തനായ ദൈവമാണെന്നും മനുഷ്യമകളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവനുമാണെന്നും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറെ ബലഹീനതകളും കുറവുകളും ഉണ്ടെങ്കിലും ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ലജ്ജിപ്പാതിരിപ്പാൻ നിന്റെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ദൈവമേ നിന്റെ സാന്നിധ്യമുണ്ടാകണമേ. നിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ജീവിക്കുവാനിടയാകണമേ. തമ്പുരാനെ, ഇനിയുള്ള അല്പസമയം വീണ്ടും തിരുവചനത്തിന് കീഴിൽ അടിയങ്ങളായിരിക്കുമ്പോൾ ദൈവമായ കർത്താവെ അത് സ്വീകരിക്കുവാൻ
കർത്താവെ സ്വീകരിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, കർത്താവെ അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ തമ്പുരാനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മടങ്ങിപ്പോകുവാൻ കർത്താവെ ഇന്ന് വലിയ സൗഖ്യത്തിൻ്റെ, വലിയ ആശ്വാസത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദിവസമാക്കി ഈ ദിവസത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അടിയങ്ങൾ ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അഭിഷേകത്താൽ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അടിയങ്ങൾ തിരുമുമ്പാകെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബലഹീനരാണെങ്കിലും ദൈവമേ, നീ നൽകിയിരിക്കുന്ന അധികാരത്താൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുത്തെ പരിഹാരം വരുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ, പ്രതിസന്ധികളെ മാറ്റിക്കൊടുക്കണമേ. കർത്താവെ, ആശ്വാസവും സന്തോഷവും കണ്ടെത്തുവാൻ ഇവരെ സഹായിക്കണമേ. കുടുംബജീവിതം അനുഗ്രഹമായി തീരണമേ. കർത്താവെ, ഇവർക്കുള്ള സകലത്തെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി കർത്താവെ രൂപാന്തരപ്പെടുവാനിടയാകണമേ. 1 യോഹന്നാൻ 3:1 പറയുന്നത് പോലെ, കാൺമീൻ താം ദൈവത്തിൻ്റെ മക്കളാണ്, അങ്ങനെ തന്നെയാണ് താനും. ദൈവമേ, ഈ മക്കളെല്ലാം അവിടുത്തെ പ്രിയപ്പെട്ടവരായി തീരുവാനിടയാകണമേ. ഒരിക്കൽ കൂടി ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബലഹീനടിയനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ മക്കളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് കർത്താവെ അങ്ങേ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവമേ, അരുതാത്തൊരു വാക്ക് പോലും വായിന്ന് പുറപ്പെടുവാൻ നീ അനുവദിക്കാതെ, എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവെ ഈ മക്കളോട് സംസാരിപ്പാൻ അവിടുത്തെ വചനം അടിയൻ അയച്ചു തരണമേ. അടിയനെ ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. കർത്താവെ, പരിശുദ്ധാത്മ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം സമർപ്പിക്കുന്ന പരിശുദ്ധമ്മയുടെയും സ്ഥലവിശുദ്ധന്മാരുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. വചനത്തിന് കീഴിൽ നമുക്കായിരിക്കാം. അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പഴയ നിയമത്തിലെ മീഖാ പ്രവാചകന്റെ ചില ചിന്തകളാണ്. അദ്ദേഹം പങ്കുവെച്ച ചില ജൈവിക സത്യങ്ങളാണ് അല്പസമയത്ത് ചിന്തയ്ക്കായിട്ടെടുക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിലാണ് മീഖ പെടുന്നത്. ചെറിയ ഒരു പ്രവചന ഗ്രന്ഥമാണ്. അദ്ദേഹം പ്രവചിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ബാബിലോണി അടിമത്തത്തിന് മുൻപുള്ള കാലഘട്ടമാണ്. അതായത് യോഥാം, ആഹാസ്, എസക്കി എന്ന് പറയുന്ന 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ ഭരിച്ചിരുന്നത് യഹൂദ രാജവംശമാണ്. ശലോമോന് ശേഷം രാജ്യം 2ആയിട്ട് മുറിക്കപ്പെടുന്നു. ഒന്ന് ഇസ്രായേൽ എന്നും ഒന്ന് ജൂഡ എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ ജൂദ ആ വംശത്തിൽപ്പെടുന്ന ആ പ്രദേശത്ത് ആണ് ഇദ്ദേഹം പ്രവചനം നടത്തിയത്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ച് ആദ്യം പ്രസംഗിക്കുന്നത് മീഖാ പ്രവാചകനാണ്. അത് സംഭവിക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് 586-ൽ ജൂദ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവിടെ നിന്ന് അനേക ആളുകളെ അടിമകളായി ബാബിലോണിൽ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ യെരൂശലേം ദേവാലയ പ്രദേശമൊക്കെ നശിപ്പിക്കപ്പെടുകയാണ്. പിന്നീട് യേശുവിൻ്റെ കാലത്ത് AD 70-ലും ഇതേ കാര്യം തന്നെ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ വന്നുകൂടുന്നത്? മീഖ വ്യക്തമായിട്ട് പറയുകയാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? ദൈവജനമാണെന്ന് അറിയപ്പെടുന്നു എങ്കിൽ പോലും നിങ്ങൾ സാധാരണ മറ്റുള്ള ജാതികളെക്കാൾ അധികമായി പീഡിപ്പിക്കപ്പെടുന്നു. അതിന് കാരണം അദ്ദേഹം പറയുന്നത് ദൈവം അവരെ മറന്നതുകൊണ്ടല്ല, മറിച്ച് അവർ ദൈവത്തെ മറന്നതുകൊണ്ടാണ്. ദൈവം അവരെ മറന്നതുകൊണ്ടല്ല, അവർ ദൈവത്തെ മറന്നതുകൊണ്ട് അവർ സ്വയമായി ഇത്തരത്തിലുള്ള തിന്മകളും ഇത്തരത്തിലുള്ള പ്രയാസവും പ്രതിസന്ധികളും അവർ ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ വന്നുകൂടുന്ന അനർത്ഥങ്ങളും അല്ലെങ്കിൽ ശിക്ഷകളുമൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തന്നെ ഏറ്റെടുത്തതാണ്. ദൈവം നൽകിയെന്ന് നമ്മളാരും പറയേണ്ടതായിട്ടില്ല. കാരണം യാക്കോബ് ശ്ലീഹ അങ്ങനെ പറയുന്നുണ്ട്, ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള അനർത്ഥങ്ങളിലൊക്കെ വീണു പോകുന്നത്. മീഖ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 3 കാരണങ്ങളാണ് അദ്ദേഹം തൻ്റെ പ്രവചനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് രാജ്യത്ത് നീതി നഷ്ടപ്പെട്ടു പോയി. ഒരു രാജ്യം നീതി നിലനിൽക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങളെ ആ രാജ്യത്തിന് സ്വീകരിക്കുവാൻ സാധിക്കുക. നീതി നടപ്പിലാക്കേണ്ടത് ആരാണ്? രാജാക്കന്മാരാണ് നീതി ഒരു രാജ്യത്ത് നടപ്പിലാക്കേണ്ടത്. എന്നാൽ
രാജാക്കന്മാർ നീതി നടപ്പിലാക്കാതെ ജനത്തിനെതിരായി അല്ലെങ്കിൽ ജനത്തിൻ്റെ നന്മയ്ക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യം, ദൈവിക അനുഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു, നിങ്ങളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് നീതി നടപ്പിലാക്കാൻ സാധിക്കും. നീതി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് നമുക്ക് അനർത്ഥങ്ങളൊക്കെ വന്നു ചേരുന്നത്. അതിന് പരിണതഫലമായി ഭാവിയിൽ നമുക്കിതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കണം. മാനസാന്തരത്തിൽ കടന്നു വരുമ്പോഴാണ് നമുക്ക് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ സാധിക്കുകയെന്ന് ഇവിടെ മീഖാ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, അതായത് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും എതിർക്കുന്നതുമായ പാപം എന്ന് പറയുന്ന വിഗ്രഹാരാധനയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അതിന് കാരണമുണ്ട്. ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് നൽകിയ കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അപ്പൊ ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പന, ഒന്നാമത്തെ പ്രമാണമാണ് ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതിന് കാരണമുണ്ട്. ഈ ദൈവമാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം. ഈ ദൈവമാണ് മനുഷ്യനെ വഴി നടത്തുന്ന ദൈവം. ഈ ദൈവമാണ് മനുഷ്യൻ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പകർന്നു തരുന്നത്. അതുകൊണ്ട് ഈ ദൈവമല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കുവാനോ സേവിക്കുവാനോ അനുസരിക്കുവാനോ പാടില്ല. അങ്ങനെ അതിനെതിരായി ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അത് എന്തുമാകാം. യേശുമരാൻ പഠിപ്പിക്കുന്നത് എന്നേക്കാൾ അധികമായി മാതാവിനെയോ പിതാവിനെ സ്നേഹിക്കാൻ കൊള്ളാവുന്നവനല്ല. നമ്മൾ അങ്ങനെ വ്യക്തിബന്ധം പോലും ദൈവസ്നേഹത്തിന് എതിരായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ദൈവ ആരാധനയ്ക്ക് എതിരായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് മീഖാ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത്, നിങ്ങളുടെ ഈ വിഗ്രഹാരാധനയുണ്ട്, അത് നിങ്ങൾ മാറ്റിക്കളഞ്ഞേ മതിയാവൂ, നിങ്ങൾ സത്യദൈവത്തെ ആരാധിക്കണം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയാണ്, അത് നിങ്ങളുടെ നിലനിൽക്കുന്ന അധാർമികതയാണ്. വ്യഭിചാര ഭൂതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ധാർമ്മികത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിച്ചേ മതിയാകൂ. അധാർമികതയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാകും. പലതരത്തിലുള്ള അധാർമികകൾ ഈ രാജ്യത്ത് നിലനിന്നിരുന്നു. അതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ട് ഇദ്ദേഹം ഈ ജനത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള പാപങ്ങൾ ഈ ജൂദയിലും യെരുശലേമിലൊക്കെ നിലനിന്നത് കൊണ്ട് അതിനെതിരായി അദ്ദേഹം ശക്തമായ ഭാഷയിൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഏതാണ് നമ്മൾ പറഞ്ഞു വെക്കാൻ പോകുന്ന, നമ്മൾ പറയാൻ പോകുന്ന വേദവാദ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മീഖാ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് മീഖാ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്? കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കിനുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. ശയ്യയിൽ നീതികേട് പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടം. അവർക്ക് കഴിവുള്ളതിനാൽ പ്രഭാതത്തിൽ അവർ അത് നടപ്പിലാക്കുന്നു. കൈകൾ ദൈവത്തിലേക്ക് ഉയർത്തുന്നു. അവർ വയലുകളെ മോഹിച്ച് അപഹരിക്കുന്നു. അവർ വീടുകൾ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ ഉടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വംശത്തിന് നേരെ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്ന് നിങ്ങളുടെ തല വലിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല, നിവർന്ന് നടക്കുകയുമില്ല. ഇത് ദുഷ്കാലമല്ലോ. എന്ന കാലത്തിന് പ്രത്യേകത, ഈ കാലം ദുഷ്കാലമാണ്, അല്ലേ? ദുഷ്കാലമാണ്. നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടവും മീഖാ പ്രവാചന കാലഘട്ടവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അന്ന് എന്തെല്ലാം അനീതി ലോകത്ത് നിലവിലുണ്ടായിരുന്നോ, നടപ്പിലായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ, അതെല്ലാം ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത് ദുഷ്കാലമാണ്. പ്രിയമുള്ളവർ, സഹോദരങ്ങളെ, നമ്മളും ഈ കാലത്തെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കണം. ഈ കാലഘട്ടം ഇങ്ങനെ ദുഷ്കാലമായി, അല്ലെങ്കിൽ പീഡനങ്ങളുടെ കാലമായി, അല്ലെങ്കിൽ അനീതിയുടെ കാലമായി, അല്ലെങ്കിൽ ദൈവഭക്തി ഇല്ലാത്ത കാലമായി, ദൈവസ്നേഹമില്ലാത്ത കാലമായി നമ്മൾ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് എവിടെ നോക്കിയാലും ദൈവനിഷേധം നടക്കുകയാണ്. ദൈവമെന്ന യാഥാർത്ഥ്യത്തെ പോലും മനസ്സിലാക്കാൻ കഴിയാതെ ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്ന, ദൈവത്തിന് മാറിപ്പോകുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെക്കുറിച്ച് അന്ന് മീഖാ പ്രവാചകൻ പറഞ്ഞു വെച്ചു, ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക എന്നുള്ള ആഹ്വാനം മീഖാ പ്രവാചകൻ ചെയ്യുന്നത് പോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്കൊക്കെ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വെച്ചു. എന്താണ്? ശയ്യയിൽ നീതികേട് ആലോചിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടം. ഞാൻ ചോദ്യം ചോദിക്കട്ടെ,
നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഉറങ്ങുന്ന സമയം അല്ലേ? ചില ഉറക്ക സമയമാണ്. ഞാൻ ചോദിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട സമയം സന്ധ്യാസമയമാണ്. ഏത് സമയമാണ്? സന്ധ്യാസമയം. എന്താ കാരണം നമ്മൾ പകൽക്കാലം മുഴുവൻ നമ്മെ വഴി നടത്തിയ ദൈവത്തോട് നന്ദി പറയുന്ന സമയമാണ് അല്ലേ? പകല് നമ്മൾ എത്രയോ വഴികളിലൂടെയാണ് ദൈവം നടത്തിയത്, അപകടങ്ങളിലൊന്നും പെടാതെ ഇല്ലേ? ഒരുപക്ഷെ നമ്മൾ വലിയ അപകടത്തിലൊക്കെ പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് അപകടത്തിൽ പരിക്കേറ്റുണ്ടാകും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മളെക്കുറിച്ചുള്ള ചിന്തയിലാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, ഒരു പകൽക്കാലം എത്രയോ വഴികളിലൂടെയാണ് ദൈവം നമ്മൾ നടത്തിയത്, എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് ദൈവം നമ്മൾ നടത്തിയത്. ഇന്ന് നമ്മൾ വരുമ്പോഴും പല സ്ഥലത്തു നിന്ന് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ വരുന്ന വഴിക്കും പോകുന്ന വഴിക്കുമൊക്കെ നമ്മെ നടത്തുന്ന, നമ്മെ കാത്തുപരിപാലിക്കുന്ന ശക്തമായ കരത്തിൽ നമ്മളെ കൊണ്ടു നടക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തോട് നമ്മൾ എപ്പോഴും വൈകുന്നേരം അല്ലേ നന്ദിയുള്ളവരായിരിക്കും. അപ്പോൾ വൈകുന്നേര സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയും. പിന്നെയോ വൈകുന്നേരത്തിന് മറ്റൊരു പ്രത്യേകത ഇവിടെയുണ്ട്. ഈ വൈകുന്നേരം നമ്മൾ അതിനുശേഷമുള്ള ഒരു രാത്രി എന്ന് പറയുന്നത് ഇല്ലേ, ഓരോ രാത്രികളും നമുക്ക് ദൈവസ്ഥനിൽ അഭയപ്പെടാനുള്ള സമയമാണ്. എന്ന് പറഞ്ഞാൽ രാത്രി എന്ത് സംഭവിക്കും നമുക്കാർക്കും അറിയില്ല. നമുക്കറിയാം, നമ്മളെന്ത് ചെയ്യും? നമ്മൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും ഇല്ലേ? രാത്രി ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഈ ഉറങ്ങിപ്പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണം, ദൈവത്തിൻ്റെ പൂർണ്ണമായ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ സന്ധ്യാസമയം എന്ന് പറയും. മാത്രമല്ല, നമ്മുടെ ആളുകളെല്ലാം ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരു ഭവനത്തിലെ ആളുകൾ, അപ്പനും അമ്മയും മക്കളുമൊക്കെ ജോലി കഴിഞ്ഞും അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് മറ്റ് പല സാഹചര്യങ്ങളിലെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരുമിച്ചിരിക്കുന്ന സമയമാണ് സന്ധ്യാസമയം എന്ന് പറയുന്നത് ഇല്ലേ? അല്ലെങ്കിൽ വൈകുന്നേര സമയം എന്ന് പറയുന്നത്. രാവിലെ ആകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? രാവിലെ ജോലിക്കായിട്ടും പഠനത്തിനായിട്ടൊക്കെ ആളുകൾ പോകും. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് ഭവനത്തിൽ കൂടി വരും. അതുകൊണ്ടാണ് ഈ വീടെന്ന് പറയുന്ന വാക്കിന് ഗ്രീക്ക് പദമെന്ന് പറയുന്നത് ഒയ്ക്കോസ് എന്നാണ്. ഒയ്ക്കോസ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനത്തോടുകൂടെ മടങ്ങി വരാനുള്ള ഇടമെന്നാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്കൊക്കെ വീട് തിരിച്ചു വരുമ്പോൾ വീട് ഒരു സുഖകരമായിട്ട് തോന്നിയെന്ന് വരില്ല. അത് വീട്ടിലെ ആളുകളുടെ കുഴപ്പം കൊണ്ടാണ് അല്ലേ? ഭാര്യയുടെ കുഴപ്പം കൊണ്ട് ഭർത്താവിന് വീട്ടിലേക്ക് വരാൻ ചിലപ്പോൾ മടിയായിരിക്കും. എന്നാൽ ഒയ്ക്കോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനത്തോടുകൂടെ തിരിച്ചു വരാനുള്ള ഇടമെന്നാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ് സന്ധ്യാസമയം എന്ന് പറയുന്നത്. മാത്രമല്ല, കർത്താവ് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഈ സമയത്തിന് പ്രത്യേകത പറഞ്ഞു വെക്കുന്നുണ്ട്? വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 20-ാം വാക്യം പറയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്: ഇതാ ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പൊ സമയപ്പെടാണ് സംശയമില്ല അല്ലേ? അത്താഴ സമയമാണ്, സന്ധ്യാസമയമാണ് അല്ലേ? ചിലപ്പോൾ നമ്മുടെ ആളുകളൊക്കെ ചിലപ്പോൾ 10 മണിക്കും 11 മണിക്കും ഭക്ഷണം കഴിക്കുന്നത് കാണാം. പക്ഷേ സന്ധ്യാസമയമാണ് ഭക്ഷണം കഴിക്കുന്ന സമയം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വചനം തന്നെ പഠിപ്പിക്കുകയാണ്: ഇതാ ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇത് എഴുതി വെക്കുമ്പോൾ ഞാനിങ്ങനെ വായിച്ചു പോയപ്പോൾ കാര്യം മനസ്സിലായി. അദ്ദേഹം 7 സഭകൾക്കാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതി വെക്കുന്നത് ഇല്ലേ? എഫേസ്യ തുടങ്ങി അതുപോലെ ലൗദോക്യ സഭ വരെയുള്ള ആ 7 സഭകൾക്കാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതി വെക്കുന്നത്. അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ 3-ാം അധ്യായത്തിൽ ഈ വേദഭാഗം ആരോടാണ് പറയുന്നതെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗദോക്യ സഭയ്ക്ക് എഴുതുന്ന ഭാഗത്തിലാണ് ഇങ്ങനൊരു സൂചന നൽകുന്നത്. ഏതാണ്? ഞാനിത് വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ ഇങ്ങനെ ലൗദോക്യ സഭ എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന 7-ാമത്തെ സഭയാണ്. അപ്പോൾ 7-ാമത്തെ സഭയ്ക്ക് എഴുതുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലൗദോക്യ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റെല്ലാ സഭകളും വ്യത്യസ്തമായി ലൗദോക്യ സഭയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എഫേസ്യ സഭയ്ക്ക് എഴുതിയിട്ടുണ്ട്, പല സഭയ്ക്ക് എഴുതിയിട്ടുണ്ട്.
പക്ഷേ ലൗദോക്യ സഭയ്ക്ക് ലേഖനം എഴുതിയതായിട്ട് സൂചന നമ്മൾ കൊലോസ് ലേഖനത്തിൽ കാണുന്നു, അവസാന അധ്യായത്തിൽ കാണുന്നുണ്ട്. ഞാൻ ലൗദോക്യ സഭയ്ക്ക് എഴുതിയ ലേഖനം നിങ്ങൾ വായിക്കണം, അത് നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് ലഭ്യമാകാത്ത ഒരു ലേഖനമാണ് ലൗദോക്യക്ക് എഴുതിയ ലേഖനം, പൗലോസ് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൗദോക്യ സഭ എന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠമായ സഭയായിരുന്നു. പൗലോസ് ലീഗ ആ സ്ഥലം ഒരുപക്ഷെ സന്ദർശിച്ചിട്ടുണ്ടാകാം, അവിടെ അദ്ദേഹം സുവിശേഷ പ്രചരണം നടത്തിയിട്ടുണ്ടാകാം, ആ സഭയ്ക്ക് അദ്ദേഹം ലേഖനം എഴുതുന്നു, പക്ഷേ അത് ലഭ്യമായിട്ടില്ല. ഇങ്ങനെ പൗലോസ് ലീഗയാൽ എഴുതപ്പെട്ട ലേഖനമുള്ള ഒരു സഭയാണ് ലൗദോക്യ സഭ, പക്ഷേ അത് നമുക്ക് ലഭ്യമായില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സഭയ്ക്കാണ് ഈ യോഹന്നാൻ സ്ലീഹ എഴുതുന്നത്. അദ്ദേഹം പറയാണ്, ഇതാ ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്നെ ശബ്ദം കേട്ട് വാതിൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതിനുശേഷം അതിൻ്റെ അവസാന ഭാഗം, ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ അതിൻ്റെ 21-ാം വാക്യം വായിച്ചു നോക്ക്. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാനിരുത്തും. കണ്ടോ, അവിടെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ കർത്താവിനോട് കൂടി അത്താഴം കഴിക്കുന്നവർ, കർത്താവ് വാതിൽ മുട്ടുമ്പോൾ തുറന്നു കൊടുത്ത് അതിൽ പ്രവേശിക്കുന്നവർ, കർത്താവിനോട് കൂടി അത്താഴം കഴിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? ജയിക്കുന്നവന് അവൻ എന്നോടൊരുമിച്ച് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഓക്കെ, ദൈവത്തോട് കൂടെ ഇരിക്കുവാനുള്ള വരം ലഭിക്കുന്നത് ആർക്കാണ്? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി വിധേയപ്പെടുന്നവർക്ക്, വൈകുന്നേര സമയത്ത് ദൈവത്തോട് കൂടി ആയിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ് എന്ത്? സ്വർഗരാജ്യത്തിലുള്ള കർത്താവിനോട് കൂടെയുള്ള ഇരിപ്പെന്ന് പറയും. എവിടെ ഇരുത്തുന്നത്? പ്രത്യേക സിംഹാസനം എന്നല്ല വെളിപ്പാട് ദിവസം പറയുന്നത്, എൻ്റെ സിംഹാസനത്തിൽ അവനിരിക്കും. ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ച് മിഖപ്രവചനത്തിൽ ഇവിടെ പറയാണ്, ശയ്യയിൽ നമ്മളെന്താ വായിച്ചത്? ശയ്യയിൽ നീതികേട് ആലോചിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ ദൈവസന്നിധിയിൽ അഭയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ സന്നിധിയിൽ അഭയപ്പെടേണ്ടവരാണ്. എന്നാൽ ഇവിടെ മിക പറയാണ്, ചില ആളുകൾ അങ്ങനെയല്ല. ഈ ജൂദായിലുള്ള ആളുകൾ എങ്ങനെയാണ്? അവർ രാത്രി ശയ്യയിൽ കിടന്നുകൊണ്ട് ചില നീതി കെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നീതിയില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തിന്മ പ്രവർത്തിക്കുന്നു. അവർക്കെന്താണ്? അവർക്ക് കഷ്ടം. അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവർക്ക് കഴിവുള്ളതിനാൽ പ്രഭാതത്തിൽ അവർ അത് നടപ്പിലാക്കുന്നു, ഇല്ലേ? ഇത് ചില ആളുകൾക്ക് ഇത് കഴിവുണ്ട് നടപ്പിലാക്കാൻ. നമുക്കറിയാം, ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഈ ദൈവത്തെ പോലെ തന്നെ പിശാചും ശക്തിയുള്ളതാണ്. ദൈവത്തെ പോലെ തന്നെ. എന്നാൽ ദൈവത്തിന് അത്ര ശക്തിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം പ്രവർത്തിക്കുന്ന പോലെ പല കാര്യങ്ങളും പിശാചുകളും പ്രവർത്തിക്കും. ദുഷ്ടത ചെയ്യുന്ന ആളുകളോട് ചേർന്ന് പിശാച് അവരെ അതിനുവേണ്ടി പല തിന്മകളും പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ഇങ്ങനെ ശയ്യയിൽ നീതികേട് ചെയ്യുന്ന ആളുകൾ, അവർക്ക് നേരം വെളുക്കുമ്പോൾ എന്താണോ ശയ്യയിൽ അവർ തീരുമാനമെടുത്തത് അത് നടപ്പിലാക്കാൻ സാധിക്കും. അതിന് കാരണം എന്താണ്? അവരോടുകൂടെ പലപ്പോഴും പൈശാചിക ശക്തികൾ പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവർ അനീതി നേടിയെടുത്ത സമ്പത്ത് അവരെ സഹായിക്കും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ അനീതിയിൽ നിന്ന് അനീതിയോടുകൂടെ പണം സമ്പാദിച്ച ആളുകളെക്കുറിച്ച്, ധനവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കൂലിക്കാരുടെ കൂലി അപകരിച്ചത് മൂലം അത് നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തെന്നാൽ ഭൂമിയെ നിങ്ങൾ സുഖിച്ചു മതിച്ചു, വധു ദിവസത്തേക്ക് വേണ്ടി എന്നതുപോലെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ പുഷ്ടിപ്പെടുത്തുകയും ചെയ്തു. 5-ാം അധ്യായം പറയാണ്, ധനികരെ നിങ്ങളുടെ മേൽ വരുവാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് വിലപിച്ച് കരയുവിൻ. അവിടെ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്. ധനവാന്മാർ എന്ന് പറഞ്ഞാൽ ഈ ശയ്യയിൽ ഇതുപോലെ നീതികേട് പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ, പ്രഭാതത്തിൽ നടപ്പിലാക്കുന്നവർ, അവരെ സംബന്ധിച്ച് പറയാണ്, അവരിങ്ങനെ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ്? അവരുടെ അനീതിയിൽ നിന്നാണ്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ പീഡിപ്പിച്ചും വഞ്ചിച്ചും എടുത്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ പറഞ്ഞു വെക്കുന്നത്. മീഖായും യാക്കോബ് ശ്ലീഹയും ഒരുപോലെ ഈ ചിന്തയിൽ പോവുകയാണ്. യാക്കോബ് പറഞ്ഞു വെക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ നേടിയെടുത്ത സമ്പാദ്യങ്ങൾ, കൂലിക്കാരൻ്റെ
കൂലി പിടിച്ചു വെച്ചിട്ട് സമ്പാദിച്ചത്, അതുപോലെ തന്നെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊടുക്കാത്തത്, കൊയ്ത്തുകാരുടെ നിലവിളി അവർക്ക് കൊടുക്കാത്തതുകൊണ്ടോ നിലവിളിക്കുന്ന ശബ്ദം, ഇങ്ങനെ സമ്പാദിച്ചതൊക്കെ അനീതിപരമായ രീതിയിൽ നേടിയെടുത്തതാണ്. ആ സമ്പാദ്യങ്ങളൊക്കെ എന്താണ്? ആ സമ്പാദ്യങ്ങൾ കൊണ്ടാണ് ഇവർ പിറ്റേ ദിവസം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നടപ്പിലാക്കുന്നത്. ദൈവത്തിലുള്ള ആശ്രയത്വ ബോധമുണ്ടെങ്കിൽ നമുക്കൊരു പ്രതിസന്ധികളെയും അല്ലേ ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മൂഢനായ മനുഷ്യൻ അവൻ പറഞ്ഞു, ഞാൻ സമ്പത്തുണ്ടാക്കുന്നുണ്ട്, പക്ഷേ ദൈവം പറയാണ്, നിന്റെ ആത്മാവിനെ ഈ രാത്രിക്കാൽ നിന്നോട് ചോദിച്ചാൽ ഇത് മുഴുവൻ ആർക്കായിട്ട് മാറും. അവൻ ദൈവത്തെ മറന്നുപോയി. രണ്ടാമത്തെ കാര്യമോ അവൻ പറഞ്ഞതെന്താണ്? ഞാൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ അയൽക്കാർക്ക് കുറച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ കളപ്പുരകൾ വലുതാക്കിയിട്ട് അതിനകത്ത് സൂക്ഷിച്ചു വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടി തന്നെ സൂക്ഷിച്ചു വെക്കും. ഇതാണ് പലപ്പോഴും മനുഷ്യ ജീവിതത്തിലുള്ളത്. നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയാണെന്ന് ഉള്ള തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നമ്മൾ അധ്വാനിക്കുന്നതും ഉണ്ടാക്കുന്നതുമൊക്കെ നമുക്ക് വേണ്ടി മാത്രമല്ലെന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളൊക്കെ വരണം. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ യാക്കോബ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലനും വിശുദ്ധരുമായ ശുശ്രൂഷിതാകുന്നു, അനാഥരുടെയും വിധവകളുടെയും അവരുടെ ക്ലേശങ്ങളിൽ സന്ദർശിക്കുന്നതും ലോകത്താലുള്ള കറകൂടാതെ തന്നെ തന്നെ കാത്തുകൊള്ളുന്നതുമാകുന്നു. എന്താണ് ദൈവസന്നിധിയിലുള്ള നിർമ്മല വിശുദ്ധമായ ജീവിതം എന്ന് പറയുന്നത്? അനാഥരെയും വിധവകളെയും ക്ലേശങ്ങളിൽ സംരക്ഷിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂഢനായ മനുഷ്യൻ മറന്നുപോയി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സഹോദരങ്ങളെ മറന്നുപോയി, തൻ്റെ കൂടപ്പിറപ്പുകളെ മറന്നുപോയി, ചുറ്റുമുള്ള ആളുകളെ മറന്നുപോയി. എന്നിട്ട് സ്വയമായിട്ട് അദ്ദേഹം ചിന്തിച്ചു, ഇതെനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പറയാൻ, അവൻ തൻ്റെ മരണത്തെക്കുറിച്ച് മറന്നുപോയി. നമ്മൾ ഓർക്കേണ്ട ഒന്നാണല്ലേ, പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന 4 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്തൊക്കെയാണ്? മരണം, ന്യായവിധി, സ്വർഗം, നരകം. ഇത് 4ഉം ഒരു മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമുക്കൊരു മരണമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ആ സമയത്ത് തലവലിക്കാൻ പോലും അല്ല എന്ന് പറഞ്ഞാൽ അനർത്ഥത്തിൽ നിന്ന് തലവലിക്കാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. കാരണം എന്താണ്? ദുഷ്കാലത്തിലല്ലോ നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവർ, അപ്പോൾ മീഖാ പ്രവാചി ഇത്രയും കാര്യം പറഞ്ഞു വെച്ചു. എന്താണ് പറഞ്ഞു വെച്ചത്? അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിഗ്രഹാരാധനയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അനീതി നിലനിൽക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള മ്ലേച്ഛമായ ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇതെല്ലാം വായിച്ചു പോകുമ്പോൾ ഇതിൻ്റെ 2-ാം അധ്യായത്തിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന മറ്റൊരു വേദഭാഗം കൂടിയുണ്ട്. ഞാനിത് വായിച്ചു പോയപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു വാക്യം മാത്രം നിങ്ങൾ വായിച്ചാൽ അറിയാം. അതായത് 7-ാം വാക്യം പറയാണ്, സത്യമായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമാണല്ലോ. നമുക്ക് അതിന് തൊട്ട് മുമ്പ് വാക്യം പറയുന്നതറിയോ? തങ്ങളുടെ തന്ത്രങ്ങളാൽ കർത്താവിൻ്റെ ആത്മാവിനെ കോപിപ്പിച്ച യാക്കോബ് ഗൃഹത്തിന്മേൽ അപമാനം നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ. അത് നെഗറ്റീവോട് പറഞ്ഞുകൊണ്ട് ഇത് കഴിഞ്ഞ് അടുത്ത വാക്യം പറയും, എൻ്റെ ജനം സമാധാനം ശത്രുവായി എഴുന്നേറ്റിരിക്കുന്നു, യുദ്ധമുഖത്തിനായി നിർഭരായി നടക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇടയ്ക്കൊരു കാര്യം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ, ഈ അനർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പോകുമ്പോൾ, മീഖാ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞു വെച്ചു. നമ്മൾ അനർത്ഥങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, ദൈവകോപത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടി ദൈവം പറഞ്ഞു തരികയാണ് എന്ന് പറഞ്ഞു വെച്ചത്. സത്യമായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമാണല്ലോ. എന്താ ഗുണകരമായി ലോകത്തിലുള്ളത്? പറ. സത്യവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സത്യമായി ജീവിക്കുന്നവന് ഗുണകരമായി ഒന്നേ ലോകത്തിലുള്ളൂ, അത് ദൈവവചനങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പറയാണ് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, പക്ഷേ അത് ബന്ധപ്പെടുന്ന എങ്ങനെയാണ്? അത് വലിയ ആഴത്തിൽ അർത്ഥമുള്ള ഒരു വാക്യമാണ്. ഇത് സത്യമായി നടക്കുക എന്ന് പറയാൻ അനീതിയിൽ നിന്നും അക്രമത്തിൽ നിന്നും ദുരുപയോഗത്തിൽ നിന്നെല്ലാം മാറിയിട്ട് സത്യമായി നടക്കുന്നവന് എപ്പോഴും പ്രയോജനകരമായി ദൈവം ഒരുക്കുന്ന ഒന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതെങ്ങനെ പറഞ്ഞു വെച്ചു? ഇത് മിക പറയാണ്, ഇതാണ് യഥാർത്ഥമായ പ്രചോദനകരമായ ഒരേ ഒരു കാര്യം, അത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ നമുക്ക് എടുത്ത് വായിക്കാം.
യാക്കോബിന്റെ ലേഖനത്തിൽ വചനത്തെക്കുറിച്ച് അദ്ദേഹം വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ആകയാൽ ഈ വചനങ്ങൾ എവിടെയാണ് നമ്മളെ സംരക്ഷിക്കുക? വചനം എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? വചനം എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ് വചനം ഓരോ ദിവസവും പ്രഘോഷിക്കപ്പെടുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രവാചകന്മാരോട് ദൈവം അന്ന് പ്രവചനമായും അല്ലാതെയും ഒക്കെ ജനത്തോട് ദൈവവചനത്തോട് സംസാരിച്ചത്? അതിന് കാരണം യാക്കോബ് ശ്രീ പറഞ്ഞു വെക്കുന്നുണ്ട് 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം മതി പറയുന്നതാണ്. ഇത് നിമിത്തമായി നിങ്ങളിൽ നിന്ന് എല്ലാ അശുദ്ധിയും തിന്മയുടെ ആധിക്യവും അകറ്റിക്കളയണം. അല്ലേ? മിക പറഞ്ഞു വെച്ചെന്നാൽ നിങ്ങൾ ഇതുപോലുള്ള തിന്മകൾ നിലനിൽക്കുന്നു, അനീതികൾ നിലനിൽക്കുന്നു, ദുഷ്ടത നിലനിൽക്കുന്നു, ദൈവഭക്തി ഇല്ലാതെ പോയിരിക്കുന്നു. ഇതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ആത്മാക്കളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളതും നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കാൻ കഴിവുള്ള എന്താണ്? ദൈവവചനമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാക്കളെ ജീവിപ്പിക്കാൻ, നമ്മുടെ ആത്മാവിന് ശക്തി കൊടുക്കാൻ, നമ്മുടെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേർക്കാൻ, നമ്മുടെ ആത്മാവിന് ഈ ലോകത്ത് മനുഷ്യന് മുമ്പാകെ അല്ലേ യാതൊരു തിന്മയും കൂടാതെ വിശുദ്ധിയോടുകൂടെ നിലനിൽക്കാൻ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒന്നെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. ആത്മാവിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളത് ദൈവിക വചനമാണ്. അടുത്ത് വീണ്ടും പറയാണ്, കഴിവുള്ളതും നമ്മുടെ സ്വഭാവത്തിൽ നടപ്പെട്ടിട്ടുള്ളതുമായ വചനത്തെ ഇല്ലേ നമ്മുടെ സ്വഭാവം നടപ്പെടുക. എന്താ സ്വഭാവത്തിൽ നടപ്പെടുക എന്ന് പറഞ്ഞ? എന്താ സ്വഭാവത്തിൽ നടപ്പെടുക എന്ന് പറഞ്ഞ? നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ തന്നെയാണ്. ഹല്ലേലൂയ. പറയാണ് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് എന്നാണ്? വചനമാണ്. വചനത്തിന് മാത്രമേ പറ്റൂ. അല്ലാതെ ഈ ലോകത്തിൽ ഒരു വൈദ്യനെ കൊണ്ടും അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളെ കൊണ്ടും നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താൻ സാധിക്കില്ല. വചനം കേൾക്കുമ്പോഴാണ്, വചനത്തിലൂടെയാണ് ഞാൻ എൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുക. അപ്പോൾ എന്നെക്കുറിച്ച് പരാതി പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വചനം കേൾക്കും. വചനം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ശരിയാണ്, ഈ വചനമനുസരിച്ച് എൻ്റെ സ്വഭാവം ശരിയല്ല. അതുകൊണ്ട് എൻ്റെ ഈ സ്വഭാവത്തെ ഞാനൊന്ന് മാറ്റണം. വചനം പഠിപ്പിച്ചത് അങ്ങനെയാണ്. വചനം പഠിപ്പിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വഭാവത്തെ മാറ്റുമ്പോഴാണ് എൻ്റെ ജീവിതത്തെ ആർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ? ദൈവത്തിനും ആളുകൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. എൻ്റെ സ്വഭാവം രൂപപ്പെടുന്നത് വചനത്തിലൂടെയാണ്. യാക്കോബ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്, ഇതാ വചനത്തിലൂടെ നിന്റെ രൂപത്തെ നീ അല്ലെ സ്വഭാവത്തെ നീ രൂപപ്പെടുത്തണം. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം കേൾക്കണം. ഓരോ ദിവസവും വചനം കേൾക്കണം. വചനം കേൾക്കുമ്പോൾ മനസ്സിലാകും എൻ്റെ ജീവിതത്തിൽ എവിടെയോ ചില കുറവുകളുണ്ട്, എൻ്റെ സ്വഭാവത്തിൽ എവിടെ വൈകല്യങ്ങളുണ്ട്. ഈ വൈകല്യമുള്ള സ്വഭാവത്തെ മാറ്റിയിട്ട് എൻ്റെ കർത്താവിന് ഇഷ്ടകരമായ രീതിയിൽ എൻ്റെ സ്വഭാവത്തെ മാറ്റണം. അപ്പോൾ വചനം പ്രയോജനകരമാണെന്ന് മീഖ പറഞ്ഞു വെക്കുന്നതിന് അർത്ഥമെന്ന് പറയുന്നത് യാക്കോബ് പറഞ്ഞു വെച്ചു. അതെന്താണ്? അത് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതുമാണ്. രൂപപ്പെടണം. ഏതിലൂടെ? വചനത്തിലൂടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വഭാവം രൂപപ്പെടണം. അതിനുവേണ്ടിയാണ് വചനം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. അതിനുവേണ്ടിയാണ് ധ്യാനയോഗങ്ങളും അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളൊക്കെ നടത്തപ്പെടുന്നത്. യാക്കോബ് പറയാണ്, ഇതാ നിന്റെ സ്വഭാവത്തെ വചനത്തിലൂടെ നീ രൂപപ്പെടുത്തണം. എന്ത് പറയാണ്? താഴ്മയോടെ. അതുകൊണ്ട് താഴ്മയോടെ വചനത്തെ നിങ്ങൾ സ്വീകരിക്കണം. താഴ്മയോടെ വചനത്തെ സ്വീകരിക്കണം. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, 21-ാം വാക്യം, വചനത്തിൻ്റെ കേൾവിക്കാർ മാത്രമാകാതെ അതിനനുഷ്ഠിക്കുന്നവരായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. ഒരുവൻ വചനത്തിന് കേൾവിക്കാർ മാത്രമായിരിക്കുകയും അതിനനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പറയുന്നത് ഇങ്ങനെയാണ്, വചനത്തിന് കേൾവിക്കാർ മാത്രമാകാതെ അതിനനുഷ്ഠിക്കുന്നവരായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. വചനം കേട്ടാൽ അത് പാലിക്കാൻ നമുക്ക് ബാധ്യതയുമാണ്, ഇല്ലേ? ഞാൻ വചനം കേട്ടിട്ട് എനിക്ക് അത് പാലിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ആരെ വഞ്ചിക്കുകയാണ്? ദൈവത്തെ വഞ്ചിക്കുക. വചനം കേട്ടിട്ട് അത് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ച അല്ലെങ്കിൽ വചനം എനിക്ക് നൽകിയ ദൈവത്തെ ഞാൻ വഞ്ചിക്കുകയാണ്. പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സ്വയം വഞ്ചിതരാകരുത്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ദൈവത്തെ വഞ്ചിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ വചനത്തെ വഞ്ചിക്കരുത്, ദൈവത്തെ വഞ്ചിക്കരുത്. ദൈവവചനത്തെ താഴ്മയോടെ നിങ്ങൾ സ്വീകരിക്കണം. അത് നിങ്ങളുടെ ജീവൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജീവനാണ്. അത് നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതാണ്.
വീണ്ടും നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇങ്ങനെ മീകാ പ്രവാചകൻ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ ഇവിടെ യാക്കോബ് ശ്ലീഹ കൂടി എടുത്തു പറയുകയാണ്. അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് മീകായും യാക്കോബ് ശ്ലീഹായും നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് യാക്കോബ് ശ്ലീഹ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടാനായിട്ട് ഒരുവൻ വരുന്നുണ്ട്. നമുക്കറിയാം യേശുതമ്പുരാന്റെ ജനനത്തെക്കുറിച്ച് മീകാ പ്രവാചകൻ ഒരു പ്രവചനം ഇങ്ങനെ പറഞ്ഞു വെച്ചു. അപ്പോൾ യൂദായിലെ 3 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ പ്രവചനങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ചും അതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു വെച്ചിട്ട് പറയാണ്, ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാകും. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതായത് 722 അസീറിയക്കാർ ഈ പ്രദേശങ്ങളെല്ലാം ആക്രമിക്കുന്ന ജൂഡ ഒഴികെയുള്ളത് ഇസ്രായേലിനെ അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ജൂഡ 2-2 ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടാവുമല്ലോ. 586 നെബൂഖദ്നേസർ രാജാവ് വന്നിട്ട് ജൂദയെ കൂടി കീഴ്പ്പെടുത്തും. അപ്പോൾ അതിനുശേഷമുള്ള കാലഘട്ടം. അപ്പോൾ ഈ മീക പറഞ്ഞിട്ട് കുറേ കാലത്തിന് ശേഷം, ഒരു 100 വർഷത്തിന് ശേഷമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പിന്നീട് ഒരു 700 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി മീക പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അനീതി, മനുഷ്യൻ്റെ അക്രമങ്ങൾ, മനുഷ്യൻ്റെ ദുസ്വഭാവങ്ങൾ ഇതിൽ നിന്നെല്ലാം മാറി മനുഷ്യൻ ഒരു ദൈവിക അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ ചൈതന്യത്തിലേക്ക് മനുഷ്യൻ മാറേണ്ടതിന് വേണ്ടി ഒരാൾ വരുന്നുണ്ട്. അതാരാണ്? യേശു ക്രിസ്തു. നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, ഒരു പ്രത്യാശ നൽകുകയാണ്. ഒരു പ്രത്യാശ. നിങ്ങൾ ചെയ്ത അനീതിയുടെ ഫലമായി നിങ്ങൾ അടിമത്തത്തിലേക്ക് പോകും. പക്ഷേ നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യാശ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഭാവിയിൽ ഒരു സാഹചര്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതെന്താണ്? മീക 5:2 പറയുകയാണ്. നമുക്ക് വായിച്ചു നോക്കാം. മീക 5:2. യൂദാ ഭവനങ്ങളിൽ നീ ബേത്ലഹേം എഫ്രാത്ത, നീ യഹൂദ വംശങ്ങളിൽ ചെറുതാണെങ്കിലും എനിക്കായി ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അവൻ ആദിയിലെ പണ്ട് തന്നെ ഉള്ളവനാകും. എന്നിട്ട് പറഞ്ഞു പറയാണ്, അവൻ കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹിമയോടെ തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂസീമകൾ വരെ അവൻ മഹിമയുടനാകയാൽ അവൻ നിർഭരായി വസിക്കും. അവ നമ്മുടെ സമാധാനമായിരിക്കും. ആരെക്കുറിച്ച് പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച്. ജെറുസലേമിന്റെ പതനത്തെക്കുറിച്ച് പ്രഖ്യാപിച്ച മീകാ പ്രവാചകൻ ഇവിടെ ക്രിസ്തുവിനെ കുറിച്ച് കൂടി പ്രഖ്യാപിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ച് കൂടി പ്രവചനം പറയുകയാണ്. ബേത്ലഹേമിലാണ് യേശുക്രിസ്തു ജനിക്കുക. കൃത്യമായിട്ടുള്ള വിവരണമാണ് കൊടുക്കുന്നത്. യേശു ഇവിടെ ജനിച്ചത് ബേത്ലഹേമിൽ ജനിച്ചു. ബേത്ലഹേം ഏത് നഗരം? അതാണ് ബേത്ലഹേം എന്ന് പറഞ്ഞ നഗരം ഏതാണ്? ദാവീദിന്റെ നഗരമാണ്. ദാവീദിന്റെ പട്ടണമാണ് ബേത്ലഹേം. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. അപ്പത്തിന്റെ ഭവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അപ്പം ഇല്ലാതെ പോകുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്പത്തിന് സമൃദ്ധിയുള്ള സ്ഥലമാണ്. എപ്പോഴും ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാണ്. ബേത്ലഹേമിൽ ജനിച്ചതുകൊണ്ട് ബേത്ലഹേമിൽ അപ്പത്തിന് കുറവരില്ല. കാരണം അവർ ജനിച്ചവൻ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് മീക വർഷങ്ങൾക്ക് മുമ്പ് 800 വർഷം മുമ്പ് പറഞ്ഞു വെച്ചു, അവിടെ ഒരാൾ ജനിക്കാൻ പോകുന്ന ബേത്ലഹേമിൽ. അവനാരാണ്? രക്ഷകനാണ്. അവനാരാണ്? അവൻ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനാണ്. കർത്താവിൻ്റെ ശക്തിയിൽ വെളിപ്പെട്ട് വരുന്നവനാണ്. കർത്താവിൻ്റെ മഹിമയോടെ വരുന്നവനാണ്. അവൻ തൻ്റെ ആടുകളെ മേയ്ക്കും. അവൻ്റെ ഭൂസീമകൾക്ക് അതിർത്തി ഉണ്ടാകുകയില്ല. ഈ രാജാക്കന്മാരൊക്കെ ചെറിയ ചെറിയ കാലഘട്ടം ഭരിച്ചത്. കുറഞ്ഞ കാലഘട്ടം അല്ലെങ്കിൽ കുറഞ്ഞ പ്രദേശം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് അത് ഭൂസീമകളോളം എത്തുന്നു. അല്ലെങ്കിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്ഥലത്തിൻ്റെയും അധിപനായിട്ട് വരുന്നവനാണ് യേശുക്രിസ്തു. എല്ലാത്തിനെയും ഭരിക്കുന്നവൻ. നമുക്ക് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് യേശു ജനിക്കുമെന്നാണ് പ്രവചനം പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈശായുടെ കുറ്റിയെന്ന് മുള പൊട്ടിപ്പുറം. അതുപോലെ തന്നെ പറഞ്ഞു വെച്ചു അല്ലേ, ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തുവിന്റെ വംശപരാമ്പര എന്ന് പറഞ്ഞ് വംശാവലി എന്ന് മത്തായി ശ്ലീഹ എഴുതി വെച്ചു. എന്താണ് ദാവീദും യേശുക്രിസ്തുവിനുള്ള വ്യത്യാസം? ദാവീദിന്റെ കാലഘട്ടം സ്ഥിരമായ കാലഘട്ടമാണ് ഇല്ലേ? അനുമുള്ള ശൗലിന്റെ കാലഘട്ടത്തിന് അവസാനം അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ച് അവൻ മരിച്ചുപോയി അല്ലേ, ആത്മഹത്യ ചെയ്തു.
ഇനി നോക്ക്, ദാവീദിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. സ്ഥിരമായ കാലഘട്ടമായിരുന്നു രാജ്യഭരണമായിരുന്നു ദാവീദിന്റെ രാജ്യഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ വീണ്ടും നോക്ക്, ശലോമോന്റെ കാലഘട്ടത്തിന്റെ അവസാനം എന്ത് സംഭവിച്ചു? രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പോൾ ദാവീദിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അത് സുസ്ഥിരമായ കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടവും സുസ്ഥിരമായ കാലഘട്ടമായിരിക്കും. ഒരിക്കലും അവസാനിക്കാത്ത രാജ്യഭരണമാണ് യേശുക്രിസ്തുവിന്റെ രാജ്യഭരണം എന്ന് പറയുന്നത്. ഭൂസീമകളോളം എത്തുന്ന രാജ്യഭരണം. അത് ആര് പ്രവചിച്ചു വെച്ചു? പണ്ട് മീഖ പ്രവാചകൻ പ്രവചിച്ചു വെക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മളിന്ന് കണ്ടതും നമ്മൾ ചിന്തിച്ചതും നമ്മൾ വായിച്ചതുമായ വേദഭാഗം എന്ന് പറയുന്നത് അനീതിക്കെതിരായി ദൈവത്തിൻ്റെ കോപമുണ്ടാകും. അതിന് പകരമായി, അനീതിക്ക് പകരമായി നിങ്ങൾ അടിമത്തത്തിലേക്കും അതുപോലെ തന്നെ ദൈവിക ഉറക്കത്തിലേക്ക് നിങ്ങൾ അകപ്പെട്ടു പോകും. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ ഒടുവിൽ നിങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ജനിക്കും. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. യാക്കോബ് ശ്ലീഹയും അതിന് അവസാന ഭാഗത്ത് പറഞ്ഞു വെക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ വേദഭാഗം നമ്മെ ഓർപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. നമുക്കൊരു ആശ്രയത്വവും നമുക്കെവിടെയും വേണ്ട. കർത്താവിൽ മാത്രം ആശ്രയിക്കുക. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇനി ചിലപ്പോൾ മീഖ പറഞ്ഞതുപോലെ ചില അനർത്ഥങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാലും അവസാനത്തിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലുണ്ടാകും. അവസാനം ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സമൃദ്ധമായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവർ, അതിന് ഇന്നത്തെ ചിന്ത സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ കർത്താവേ, നിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടി നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മീഖ പ്രവാചകനും യാക്കോബ് ശ്ലീഹായും ചില കാര്യങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള വലിയ ആഹ്വാനം പ്രവാചകനും ശ്ലീഹായും ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. അനീതിയിൽ നകന്ന് ദുഷ്ടതയിൽ നിന്ന് മാറി ദൈവവചനത്തിന് കീഴിൽ പ്രയോജനകരമായ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് സുസ്ഥിരമായി ഭരണം നടത്തുന്ന യേശു തമ്പുരാനിൽ പൂർണ്ണമായും വിധേയപ്പെട്ടും ആശ്രയിച്ചും ജീവിതത്തിൻ്റെ അവസാനത്തിൽ എത്തിച്ചേരുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. അവരോടുകൂടെ കർത്താവെ ഞങ്ങളും അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ പറഞ്ഞ വചനങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ, അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, കേൾവിക്കാർ മാത്രമാകാതെ അത് നിവർത്തിക്കുന്നതുമായി തീരുവാൻ, ആത്മവഞ്ചന ചെയ്യാത്തവരായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഇന്ന് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഈ മക്കളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവെ ഇവർ അനുഗ്രഹിക്കപ്പെടണമേ. സമൃദ്ധമായ കാലഘട്ടങ്ങൾ കർത്താവെ ഈ ഓരോ മക്കൾക്കും അവർ ചൊരിഞ്ഞു കൊടുക്കണമേ. രോഗങ്ങളും ഭാരങ്ങളും പ്രയാസവും പ്രതിസന്ധികളും എല്ലാം മാറി കർത്താവെ അവിടുത്തെ സുസ്ഥിരമായ രാജ്യത്തിന് കീഴിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ചായിരിക്കാൻ തക്ക വിധത്തിൽ കൃപയാകണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരും സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.